എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IT ആക്ടിനെ കുറിച്ചാണ്. IT ആക്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചെയ്തു തീർക്കാം. കാരണം അത്ര ലോങ് ആയിട്ടുള്ളൊരു ഭാഗമല്ല IT ആക്ട് എന്ന് പറഞ്ഞൊരു ഭാഗം. നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റാവുന്ന ഒരു പോർഷനാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ് IT ആക്ട്. അപ്പോൾ നമുക്ക് അധികം നീട്ടാണ്ട് ക്ലാസ്സിലേക്ക് പോവാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഡിജിറ്റൽ വിവരങ്ങളുടെ കൈകാര്യം ചെയ്യലും വിനിമയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതിനായി വിവിധ രാജ്യങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന നിയമത്തെയോ നിയമങ്ങളുടെ സഞ്ചയനത്തെയോ വിവരസാങ്കേതിക വിദ്യാ നിയമം, അതായത് IT ആക്ട് എന്ന് പറയുന്നു. പിന്നെ ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് CERT-IN ആണ്. CERT-IN, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. IT ആക്ട് 2000 പാസ്സാക്കിയത് 2000 ജൂൺ 9-നും നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നുമാണ്. അപ്പോൾ പാസ്സാക്കിയത് 2000 ജൂൺ 9-നും നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നുമാണ്. ഈ IT ആക്ട് പാസ്സാക്കുമ്പോൾ ഇതിന് 13 അധ്യായങ്ങളാണ് ഉണ്ടായിരുന്നത്. 13 അധ്യായങ്ങളും 94 ഭാഗങ്ങളും 4 പട്ടികകളുമാണ് IT ആക്ടിന് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ IT ആക്ടിന് ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ആ ഭേദഗതി വന്ന കൊല്ലം 2008-ലാണ്. അപ്പോൾ ആ 2008-ലെ ഭേദഗതി വരുമ്പോൾ ഈ അധ്യായങ്ങളും ഭാഗങ്ങളും പട്ടികകളും ഒന്ന് മാറുന്നുണ്ട്. അത് നമുക്ക് നോക്കുകയെന്ന് വെച്ചാൽ IT ആക്ട് 2008-ലെ ഭേദഗതി പ്രകാരം അധ്യായങ്ങൾ 13 എണ്ണത്തിൽ നിന്ന് ഒന്നുകൂടി 14ആയി. അധ്യായങ്ങൾ 14ആയി, ഭാഗങ്ങൾ 94ആയിരുന്നു ആദ്യം. IT ആക്ട് 2000-ൽ ഭാഗങ്ങൾ 94ആയിരുന്നു. ഈ ഭേദഗതി വന്നപ്പോൾ ഭാഗങ്ങൾ 94-ൽ നിന്ന് 124ആയി മാറി. ആകെ കൂടെ ഈ പട്ടികകൾ മാത്രം ജസ്റ്റ് 1-2 കുറഞ്ഞു. അതായത് പട്ടികകൾ IT ആക്ട് 2000-ൽ 4 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഈ ഭേദഗതി വന്നപ്പോൾ ഈ പട്ടികകൾ 2 പട്ടികകളായിട്ട് കുറഞ്ഞു. IT ആക്ട് 2000 പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും KR നാരായണനാണ് നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നത്. IT ആക്ട് 2000 പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണൻ. ഇനി IT അമെൻമെൻറ്റ് ആക്ട് 2008. IT അമെൻമെൻറ്റ് ആക്ട് 2008 പാസ്സാക്കിയത് 2008 ഡിസംബർ 23-നും നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നുമാണ്. അപ്പോൾ പാസ്സാക്കിയത് 2008 ഡിസംബർ 23-നും നിലവിൽ വന്നത് 2009, അത് ശ്രദ്ധിക്കണം, നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27-നുമാണ്. അപ്പോൾ നമ്മൾ അതായത് അധ്യായങ്ങളും ഭാഗങ്ങളും പട്ടികകളും ഈ ഭേദഗതിക്ക് ശേഷം എത്രയെന്ന് നമ്മൾ പറഞ്ഞു. എത്രയാണ്? IT ആക്ട് 2000 വരുമ്പോൾ അധ്യായങ്ങൾ 13ആയിരുന്നു. അത് ഈ ഭേദഗതിക്ക് ശേഷം 14ആയി മാറി, ഒന്നുകൂടി 14ആയി മാറി. IT ആക്ട് 2008-ൽ, അതായത് 2008-ലെ ഭേദഗതി പ്രകാരം അധ്യായങ്ങൾ 14ആയി മാറി. ഭാഗങ്ങൾ എത്രയായിരുന്നു? ആദ്യം ഭാഗങ്ങൾ 94ആയിരുന്നു. ഈ ഭാഗങ്ങൾ ഭേദഗതിയിലൂടെ 124ആയി മാറി. 94ആയിരുന്ന ഭാഗങ്ങൾ ഭേദഗതി വഴി 124 ഭാഗങ്ങളായിട്ട് മാറി. പിന്നെന്തായിരുന്നു? പിന്നെ പട്ടികകൾ എത്ര പട്ടികകളായിരുന്നു? ആദ്യം 4 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ ഭേദഗതിയിലൂടെ 2 പട്ടികകളായിട്ട് മാറി. IT ആക്ടിൽ സൈബർ നിയമലംഘനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ അത് 11ആണ്. IT ആക്ടിൽ സൈബർ നിയമലംഘനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ അത് അധ്യായം 11ആണ്. സെക്ഷൻ 43 പറയുന്നത് കമ്പ്യൂട്ടർ, വെബ് ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പിഴയും നഷ്ടപരിഹാരത്തിനെക്കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. പിന്നെന്താ? കമ്പ്യൂട്ടർ വൈറസ് ആക്രമണങ്ങളും ഈ സെക്ഷൻ 43 പെടും. അപ്പോൾ കമ്പ്യൂട്ടർ, വെബ് ക്യാമറ ഒക്കെ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുവരുത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 43. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 43A. 43A പറയുന്നത് എന്താ? സെക്ഷൻ 43A പറയുന്നത് ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 43A പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ChatGPT ഒക്കെ വൈഡ്ലി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ്. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഇമേജൊക്കെ ChatGPT-യിൽ കൊടുത്ത് ഗിബ്ലിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡാറ്റാബേസിൽ ഒരുപാട് ഇമേജുകൾ ഉണ്ടായിരിക്കും. ആ ഇമേജുകളെല്ലാം അവർ വേറൊരു കമ്പനിക്ക്, അതായത് നമ്മുടെ ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നെന്ന് അർത്ഥമാക്കുന്നത് അതാണ്. അവർ ബൾക്കായിട്ട് നമ്മുടെ ഇമേജസ് മാത്രമല്ല, പിന്നെ നമ്മുടെ വിവരങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വിൽക്കുകയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 43A. അതായത് A എന്ന് പറയുമ്പോൾ എടുത്തു വയ്ക്കാണ്ടിരിക്കുക, അതായത് വിവരങ്ങളെല്ലാം എടുത്തു വയ്ക്കാണ്ട്, A എന്ന് പറയുമ്പോൾ എടുത്തു വയ്ക്കാണ്ടിരിക്കുക, അങ്ങനെ ആലോചിക്കുക. എടുത്തു വയ്ക്കാണ്ട് വേറൊരാൾക്ക് മറച്ചു വിൽക്കുന്നതിനെക്കുറിച്ചാണ് 43A പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 65. സെക്ഷൻ 65 പറയുന്നത് സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഈ സൈബർ ടാമ്പറിങ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായിട്ട്
ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സൈബർ ടാമ്പറിങ്ങിൽ പറയുന്നത്. എന്താ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണ് സൈബർ ടാമ്പറിങ്ങിൽ പറയുന്നത്. അതിൻ്റെ സെക്ഷൻ ഏതാ? സൈബർ ടാമ്പറിങ്ങിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 65. അപ്പോൾ ഈ സൈബർ ടാമ്പറിങ്ങിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ സൈബർ ടാമ്പറിങ് കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ വാറൻ്റ് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. വാറൻ്റ് ഇല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ സൈബർ ടാമ്പറിങ്ങിൽ. ഈ സൈബർ ടാമ്പറിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ശിക്ഷ? സൈബർ ടാമ്പറിങ്ങിൻ്റെ ശിക്ഷ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടിയും. അത് നമ്മൾ പഠിക്കാനായിട്ട് സൈബർ ടാമ്പറിങ്ങിൻ്റെ സെക്ഷൻ ഏതായിരുന്നു? സൈബർ ടാമ്പറിങ്ങിൻ്റെ സെക്ഷൻ 65 സൈബർ ടാമ്പറിങ്ങിൻ്റെ സെക്ഷൻ. അതായത് 65 ലാസ്റ്റ് ഒരു 5 വരുന്നുണ്ടല്ലോ. അപ്പോൾ ശിക്ഷ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. അതായത് ശിക്ഷ എന്തായിരുന്നു? ശിക്ഷ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അതായത് 3, 2, 5 എന്ന് ആലോചിക്കുക. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് സൈബർ ടാമ്പറിങ്ങിൻ്റെ ശിക്ഷ. അപ്പോൾ സൈബർ ടാമ്പറിങ്ങിൻ്റെ സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 65. ശിക്ഷ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 66. 66-ൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസിനെ കുറിച്ചാണ് സെക്ഷൻ 66-ൽ പറയുന്നത്. ആദ്യം ഇതെന്തായിരുന്നു? ആദ്യം ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് ആദ്യം ഹാക്കിംഗ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 2008 ഭേദഗതി പ്രകാരം ഈ ഹാക്കിങ്ങിനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ് എന്നാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ ഹാക്കിങ്? അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, ഡാറ്റകൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഈ ഹാക്കിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈബർ ടാമ്പറിങ്ങിനേക്കാളും കുറച്ചും കൂടെ വലിയ കാര്യമാണെന്ന് ആലോചിക്കുക. ഹാക്കിങ് സൈബർ ടാമ്പറിങ്ങിനേക്കാളും കുറച്ചും കൂടെ വലിയ കാര്യമാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഹാക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. സൈബർ ടാമ്പറിങ്ങിൽ ശിക്ഷ എന്തായിരുന്നു? 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെയാണ് അവിടെ ശിക്ഷ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ. ഇവിടെ ഹാക്കിങ്ങിൽ ശിക്ഷ പറയുന്നത് 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാവുന്നതാണ്. പിന്നെ ഹാക്കേഴ്സിനെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഹാക്കേഴ്സ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗമായിട്ട് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. അതായത് അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഹാക്ക് ചെയ്യുക. അതാണ് ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൽ പറയുന്നത്. എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും അവരറിയപ്പെടും. എത്തിക്കൽ ഹാക്കേഴ്സ് എന്നും വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്തായിരിക്കും? ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവരാണ് ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ദുരുദ്ദേശത്തോടെ ഹാക്കിങ് ചെയ്യുന്നവർ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഇതൊക്കെ ചെയ്യുന്നത് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടിയിട്ടുള്ളവർ. അതായത് ചില സമയത്ത് അവർ എത്തിക്കൽ ഹാക്കേഴ്സായിട്ട് വർക്ക് ചെയ്യും, ചില സമയത്ത് അവർ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ ചെയ്യണവരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 66A. 66A ഇപ്പോൾ നിലവിലില്ല. ഈ 66A നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ 66A എന്ന് നമുക്ക് ആദ്യം നോക്കാം. 66Aയിൽ പറയുന്നത് ആശയവിനിമയ സേവനത്തിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66A. അപ്പോൾ അത് ആലോചിക്കാനായിട്ട് 66A എന്ന് പറയുമ്പോൾ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത്, അതായത് ആശയവിനിമയ സേവനത്തിലൂടെ, അതിലുമേയുണ്ട് ആശയവിനിമയ സേവനത്തിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 66A. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും പിഴ ലഭിക്കാവുന്നതാണ്. എന്താണ് 3 വർഷം വരെ തടവും പിഴ ലഭിക്കാവുന്നതാണ്. ഇനി സെക്ഷൻ 66A 2015 മാർച്ച് 24 സുപ്രീം കോടതി നീക്കം ചെയ്തു. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി 66A നീക്കം ചെയ്തത്? ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന കാരണത്താലാണ് സെക്ഷൻ 66A 2015 മാർച്ച് 24 സുപ്രീം കോടതി നീക്കം ചെയ്തത്. അടുത്ത സെക്ഷനാണ് 66B. സെക്ഷൻ 66Bയിൽ പറയുന്നത് മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 66B. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാനായിട്ട് 66B എന്ന് പറയുമ്പോൾ എന്താ? ബി എന്ന് പറയുമ്പോൾ ബില്ല് കൊടുക്കാണ്ട് എടുത്തുകൊണ്ട് വന്നെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരു കടയിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ കയറിയിട്ട്, അതായത് ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഒരു കടയിൽ വാങ്ങിക്കാൻ കയറി, ഒരു കമ്പ്യൂട്ടർ വാങ്ങാൻ നമ്മളൊരു കടയിൽ കയറി. പക്ഷേ അവിടെ കയറിയിട്ട് നമ്മൾ ബില്ലൊന്നും കൊടുത്തില്ല. ബില്ല് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആ പൈസ കൊടുത്തിട്ടില്ല. ബില്ലിൻ്റെ പൈസ കൊടുക്കാണ്ട് ആ സാധനം എടുത്തുകൊണ്ട് വന്നു.
അതായത് മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് അങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതാണല്ലോ മോഷണം. അപ്പോൾ മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 66B മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ കുറ്റകരമാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 66B. അപ്പോൾ 66Bയുടെ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് സെക്ഷൻ 66Bയുടെ ശിക്ഷയായിട്ട് വരുന്നത്. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് സെക്ഷൻ 66Bയുടെ ശിക്ഷയായിട്ട് വരുന്നത്. ഇത് നമുക്ക് ആലോചിക്കാനായിട്ട് ഈ ശിക്ഷകൾ മാത്രം, ഈ ശിക്ഷ നമുക്ക് ആലോചിക്കാനായിട്ട് 66Bയുടെയും 66Cയുടെയും 66Dയുടെയും BCDയുടെ ശിക്ഷകൾ സെയിം ആണ്. ഈ 3 സെക്ഷൻ്റെയും ശിക്ഷകൾ സെയിം ആണ്. അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. 66Bയുടെയും 66Cയുടെയും 66Dയുടെയും ഈ 3 സെക്ഷൻ്റെയും ശിക്ഷകൾ സെയിം ആണ്. BCDയുടെ ശിക്ഷകൾ സെയിം ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബിയുടെ ശിക്ഷ എന്താ? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് ബിയുടെ ശിക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിയുടെ ശിക്ഷ എന്താ? 66Cയുടെ ശിക്ഷ. 66Cയുടെ ശിക്ഷയും ഇത് തന്നെ, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. 66Dയുടെ ശിക്ഷയും ഈ സംഭവം തന്നെ, 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് 66Dയുടെ ശിക്ഷ. അപ്പോൾ എന്താ 66C എന്താണെന്ന് നമുക്ക് നോക്കാം. 66C എന്ന് പറയുമ്പോൾ മറ്റു വ്യക്തികളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വ്യക്തി വിവര മോഷണമാണ് 66C എന്ന് പറയുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സി എന്ന് പറയുമ്പോൾ സിഗ്നേച്ചർ എന്ന് ആലോചിക്കുക. വേറൊരാളുടെ സിഗ്നേച്ചറൊക്കെ നമ്മൾ മോഷ്ടിച്ചിട്ട്, അതായത് ഒരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ ഇതൊക്കെ മോഷ്ടിച്ചുകൊണ്ടുള്ള വിവരമോഷണങ്ങളെക്കുറിച്ചാണ്, വ്യക്തി വിവരമോഷണങ്ങളെക്കുറിച്ചാണ് 66Cയിൽ പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ സിഗ്നേച്ചറൊക്കെ മോഷ്ടിക്കാമെന്ന് ആലോചിക്കുക. മറ്റു വ്യക്തികളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ATM കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വ്യക്തി വിവര മോഷണങ്ങളെക്കുറിച്ചാണ് 66Cയിൽ പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുമ്പോൾ വ്യക്തി വിവരമോഷണം എന്ന് കിട്ടാനായിട്ട് സി എന്ന് പറയുമ്പോൾ സിഗ്നേച്ചർ എന്ന് ആലോചിച്ചാൽ മതി. ഒരാളുടെ സിഗ്നേച്ചറൊക്കെ മോഷ്ടിച്ച് വ്യക്തി വിവരങ്ങൾ മോഷ്ടിക്കുക, മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്തായിരുന്നു? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് അതിൻ്റെ ശിക്ഷ. അടുത്ത സെക്ഷനാണ് 66D. 66Dയിൽ പറയുന്നത് വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനിക്കുന്നതും വ്യാജ ഫോൺ കോളുകൾ നടത്തുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. സോഷ്യൽ മീഡിയയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നതും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ ഇത് നമുക്ക് നിത്യജീവിതത്തിൽ പരിചയമുള്ള ഒരു സെക്ഷനായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് ഒന്നിലധികം അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരിപ്പോൾ വേറെ പേരുകളിലൊക്കെ, അതായത് ഒരുപാട് അക്കൗണ്ടുകൾ ഒരേ ടൈം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒഫൻസാണ്. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 66Dയിൽ പറയുന്നത്. അതായത് ഒരുപാട് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനിക്കുന്നതും വ്യാജ ഫോൺ കോളുകളൊക്കെ ചെയ്യുന്നത് ശിക്ഷകരമാണെന്ന് പറയുന്ന വകുപ്പാണ് 66Dയിൽ പറയുന്നത്. അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്? ഒന്നിലധികം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതും ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണെന്ന് പറയുന്നു. ഇതിൻ്റെ ശിക്ഷ എന്തായിരുന്നു? 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് ഇതിൻ്റെ ശിക്ഷ. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 66E. 66Eയിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അതായത് ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കാം അയാളുടെ അനുവാദം ഇല്ലാണ്ട്. അതായത് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 66Eയിൽ പറയുന്നത്. അപ്പോൾ ഇ എന്ന് പറയുമ്പോൾ എത്തി നോക്കുക എന്ന് ആലോചിക്കുക. ഇ എന്ന് പറയുമ്പോൾ എത്തി നോക്കുക, ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുക. അയാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ ചിത്രങ്ങൾ എടുക്കുക, അത് ഇൻ്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്നതാണ് സെക്ഷൻ 66Eയിൽ. അപ്പോൾ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുക ചെയ്യണം. അപ്പോൾ ഇപ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയാണ് ലഭിക്കുന്നത്. 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയാണ് ലഭിക്കുന്നത്. അപ്പോൾ സെയിം ഇതേ എമൗണ്ടും ഇതേ തടവുള്ള വേറൊരു സെക്ഷൻ നമ്മൾ കുറച്ച് നേരം മുമ്പ് പഠിച്ചു. അതേതായിരുന്നു? സൈബർ ടാമ്പറിങ് അല്ലേ. സൈബർ ടാമ്പറിങ് സെക്ഷൻ 65. സെക്ഷൻ 65ൻ്റെ ശിക്ഷയായിരുന്നു 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. സെയിം ശിക്ഷ തന്നെയാണ് സെക്ഷൻ 66Eയിലും പറയുന്നത്. എത്തിനോട്ടം, അതായത് ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ചിത്രങ്ങൾ എടുക്കുകയും ഇൻ്റർനെറ്റ് വഴി അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ ഇ, അതായത് എത്തിനോട്ടം എന്ന് പഠിക്കുക. അപ്പോൾ സെക്ഷൻ 66Eയിൽ പറയുന്നത് അതിൻ്റെ ശിക്ഷ എന്താണ്? 66Eയുടെ ശിക്ഷയാണ് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 66F. 66Fയിൽ പറയുന്നത് സൈബർ ടെററിസത്തിനെ കുറിച്ചാണ്. 66Fയിൽ പറയുന്നത് സൈബർ ടെററിസത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്താ? ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവയെ ഹനിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ജനങ്ങളിലേക്ക് ഭീകരവാദങ്ങൾ സൃഷ്ടിക്കുന്നതും കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 66F.
ഈ 66F പ്രകാരം സൈബർ ടെററിസം ചെയ്തു കഴിഞ്ഞാൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ സെക്ഷൻ 66F. എന്താ അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്താ? ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 66F. പിന്നെന്താ? പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യമാണ് സെക്ഷൻ 66F. എന്താ? സൈബർ ടെററിസം. അപ്പോൾ പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന വേറൊരു കുറ്റകൃത്യങ്ങളും കൂടെ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. അതെന്താ? സൈബർ ടാമ്പറിങ്, സെക്ഷൻ 65. അതിനും പോലീസിന് വാറന്റ് വേണ്ട. പിന്നെന്താ? സൈബർ ടെററിസം. സൈബർ ടെററിസത്തിന് സെക്ഷൻ ഏതാണ്? സൈബർ ടെററിസത്തിന് സെക്ഷൻ 66F. അത് പ്രകാരം പോലീസിന് വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെന്താ? ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യമാണ് സെക്ഷൻ 66F. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 67. സെക്ഷൻ 67 പറയുന്നത് ഇന്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണെന്നാണ് പറയുന്നത്. സെക്ഷൻ 67 പറയുന്നത് ഇന്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 67 എന്താ പറയുന്നത്? ഇന്റർനെറ്റ് വഴി അശ്ലീലമായ ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67 പറയുന്നത്. ആദ്യ തവണത്തെ കുറ്റത്തിന് 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും. അപ്പോൾ എന്താ ഇതിൻ്റെ ശിക്ഷ? സെക്ഷൻ 67 ശിക്ഷ ആദ്യത്തെ വട്ടമാണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയാണ് ലഭിക്കുക. അത് റിപ്പീറ്റ് ചെയ്യാണെച്ചാലോ രണ്ടാമത്തെ തവണ ചെയ്യുന്ന കുറ്റത്തിന് 5 വർഷമാവും. 3 വർഷത്തിൽ നിന്ന് നേരെ 5 വർഷമായി മാറും. 5 വർഷം വരെ തടവും 5 ലക്ഷമായിരുന്നു പിഴ ആദ്യ തവണ. അപ്പോൾ ആ 5 ലക്ഷത്തിൽ നിന്ന് നേരെ ഇരട്ടിയാവും. എത്രയാവും? 10 ലക്ഷമാവും. അപ്പോൾ ആദ്യ തവണയാണെച്ചാൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. രണ്ടാമത്തെ തവണയാണെച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് സെക്ഷൻ 67 പ്രകാരം ലഭിക്കുക. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 67A. സെക്ഷൻ 67A പറയുന്നത് അശ്ലീല കാര്യങ്ങൾ. സെക്ഷൻ 67A പറയുന്നത് അശ്ലീല കാര്യങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 67A പറയുന്നത്. അത് ശ്രദ്ധിക്കണം. സെക്ഷൻ 67A എന്ന് പറയുമ്പോൾ പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. സെക്ഷൻ 67A അശ്ലീല കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67A പറയുന്നത്. അപ്പോൾ വെറും 67 നമ്മൾ എന്താ പഠിച്ചത്? വെറും 67 ഇൻ്റർനെറ്റ് വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും. അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യണില്ല, അതായത് പ്രസിദ്ധീകരിക്കണില്ല. അവിടെ പറയുന്നത് പ്രചരിപ്പിക്കുന്നതും കൈമാറുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67 പറയുന്നത്. 67A പറയുന്നത് അശ്ലീല കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴി പ്രസിദ്ധീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67A പറയുന്നത്. അത് പോണോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റോ മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയോ ലൈംഗിക വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ 67A ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ശിക്ഷ ഒന്ന് ഓർത്ത് വയ്ക്കാൻ. സാധാ 67ൻ്റെ ശിക്ഷ എന്തായിരുന്നു? സാധാ 67ൻ്റെ ശിക്ഷ ആദ്യത്തെ തവണ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയാണ്. രണ്ടാമത്തെ തവണ എന്താ? രണ്ടാമത്തെ തവണ വെച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ശിക്ഷ അങ്ങോട്ട് പഠിച്ചാൽ മതി. 67A ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് 67A. അപ്പോൾ 67A ശിക്ഷ എന്താ? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് അപ്പോൾ 5 വർഷം എന്നുള്ളത് മാറി 7 വർഷവും. 7 വർഷം വരെ തടവും 10 ലക്ഷം എന്നുള്ളത് സെയിം തന്നെ, 10 ലക്ഷം രൂപ വരെ പിഴയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണയെന്ന് വെച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള തവണ എത്രയായിരിക്കും? 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 67B. 67Bയിൽ പറയുന്നത് ഇൻ്റർനെറ്റോ മറ്റ് സോഷ്യൽ മീഡിയകളോ വഴി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67Bയിൽ പറയുന്നത്. 67Bയിൽ എന്താ പറയുന്നത്? കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതൊക്കെ കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67Bയിൽ പറയുന്നത്. അപ്പോൾ നമുക്കത് ആലോചിച്ച് വയ്ക്കാനായിട്ട് 67B എന്ന് പറയുമ്പോൾ ബോയ് എന്ന് ആലോചിക്കുക. ബോയ് എന്ന് പറയുമ്പോൾ എന്താ? ആൺകുട്ടി. അപ്പോൾ കുട്ടി എന്ന് നമുക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ബോയ് എന്ന് പറയുമ്പോൾ കുട്ടി എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താ? 67B എന്ന് പറയുമ്പോൾ ബോയ് ആലോചിക്കുക. ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് കുട്ടിയായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കാണുന്നതും പ്രചരിപ്പിക്കുന്നതും പരസ്യപ്പെടുത്തുന്നതും കുറ്റകരമാണെന്നാണ് സെക്ഷൻ 67Bയിൽ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. 67B പ്രകാരം 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. അപ്പോൾ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും? രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. അപ്പോൾ എന്താ ഒരു കാര്യം? എന്താ
67A-ക്കും 67B-ക്കും സെയിമാണ് ശിക്ഷ. ഓക്കെ, 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ്. രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് ശിക്ഷ. ഓക്കെ, 67A-ക്കും B-ക്കും ശിക്ഷ സെയിമാണ്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 72. 72 എന്ന് പറയുമ്പോൾ സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് എതിരെയുള്ള നിയമമാണ് സെക്ഷൻ 72. സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതിന് എതിരെയുള്ള നിയമമാണ് സെക്ഷൻ 72. എന്തെങ്കിലും സ്വകാര്യ വസ്തുക്കൾ, ഇലക്ട്രോണിക് റെക്കോർഡ്, കത്തിടപാടുകൾ, പേഴ്സണൽ ഡയറി, പ്രമാണം എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു. സെക്ഷൻ 72 പ്രകാരം സ്വകാര്യതയ്ക്ക് തടസ്സം വരുത്തുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 72. അപ്പോൾ ഇതിൻ്റെ ശിക്ഷ എന്തായിരിക്കും? 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കാം. അപ്പോൾ രണ്ടാമതൊരാളുടെ ഇതിലേക്ക് കൈ കടത്താണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുമ്പോൾ രണ്ടാമതൊരാളുടെ ഇതിലേക്ക് കൈ കടത്തുന്നു. അപ്പോൾ എന്താ, രണ്ടാമതൊരാളുടെ ആയ കാരണം 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ലഭിക്കാം. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 77. സെക്ഷൻ 77 പറയുന്നത് നഷ്ടപരിഹാരങ്ങൾ, മറ്റു പിഴകൾ എന്നിവ മറ്റു ശിക്ഷകളുടെ കൂടെ ചേർക്കാതിരിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അതായത് നഷ്ടപരിഹാരങ്ങൾ, മറ്റു പിഴകൾ എന്നിവ മറ്റു ശിക്ഷകളുടെ കൂടെ ചേർക്കാതിരിക്കൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം? 7 എന്ന് പറയുമ്പോൾ കുഴന്ന് ആവാണ്ടിരിക്കുക, എല്ലാം കൂടെ കുഴന്ന് ആവാമെന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ അങ്ങനെ ആലോചിക്കാം. നഷ്ടപരിഹാരങ്ങൾ, മറ്റു പിഴകളൊക്കെ മറ്റ് ശിക്ഷകളുടെ കൂടെ ചേർക്കാതിരിക്കലിനെ കുറിച്ചാണ് സെക്ഷൻ 77 പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 77A. സെക്ഷൻ 77A പറയുന്നത് 2 അതിലധികമോ ശിക്ഷകളുടെ കൂടിച്ചേരലിനെ കുറിച്ചാണ്. സെക്ഷൻ 77A പറയുന്നത് 2 അതിലധികമോ ശിക്ഷകളുടെ കൂടിച്ചേരലിനെ കുറിച്ചാണ് സെക്ഷൻ 77A പറയുന്നത്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 77B. സെക്ഷൻ 77B പറയുന്നത് 1973 ക്രിമിനൽ പ്രൊസീജിയർ നിയമത്തിൽ എന്തു തന്നെ പ്രസ്താവിച്ചിരുന്നാലും ഈ വകുപ്പ് പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ പോലീസിന് വാറന്റ് കൂടാതെ നേരിട്ട് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ, 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ പോലീസിന് വാറന്റ് കൂടാതെ നേരിട്ട് അറസ്റ്റ് ചെയ്യാം. പോരാത്തതിന് അവ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണെന്ന് പറയുന്നു. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ പോലീസിന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെന്താ, അവ ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളുമാണെന്ന് പറയുന്നു സെക്ഷൻ 77B. അപ്പോൾ സെക്ഷൻ 77B 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷകൾക്ക് ജാമ്യം ലഭിക്കുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 77B എന്ന് പറയുമ്പോൾ എന്താ, ബെയിൽ കിട്ടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 77B പറയുന്നത്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ പോലീസിന് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പിന്നെന്താ, അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ്. ബി എന്ന് പറയുമ്പോൾ ബെയിൽ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണെന്നാണ് പറയുന്നത് സെക്ഷൻ 77B പ്രകാരം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 69. സെക്ഷൻ 69 കമ്പ്യൂട്ടറിലെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുവാദം നൽകുന്നതിനെതിരെയുള്ള നിയമമാണ് സെക്ഷൻ 69 പറയുന്നത്. കമ്പ്യൂട്ടറിലെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സെക്ഷൻ 69 കമ്പ്യൂട്ടറിലെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുവാദം നൽകുന്നതിന് എതിരെയുള്ള നിയമമാണ് സെക്ഷൻ 69. സെക്ഷൻ 69A എന്താ പറയുന്നത്? അടുത്ത സെക്ഷനാണ് സെക്ഷൻ 69A. സെക്ഷൻ 69A പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിനെ കുറിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 69A പറയുന്നത്. അപ്പോൾ വെറും 69 കമ്പ്യൂട്ടറിലെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുവാദം നൽകുന്നതിനെതിരെയുള്ള നിയമത്തെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. സെക്ഷൻ 69A പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാകുന്നത് തടയാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച്. രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, വിദേശ നയം എന്നിവ സംരക്ഷിക്കുന്നതിനായിട്ട് ഏതൊരു കമ്പ്യൂട്ടറിനെയും നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ അവ ബ്ലോക്ക് ചെയ്യാനും ഗവൺമെൻറ് ഏജൻസികൾക്ക് അധികാരം നൽകിയിട്ടുള്ള സൈബർ നിയമമാണ് സെക്ഷൻ 69A പ്രകാരം. അപ്പോൾ ഈ 69A ശിക്ഷ എന്താ? 69A ശിക്ഷ 7 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാവുന്നതാണ്. 69A ശിക്ഷയാണ് 7 വർഷം വരെ തടവോ പിഴയോ ലഭിക്കാം. അപ്പോൾ നമ്മുടെ IT ആക്ടിൻ്റെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇത്രയുള്ള നമ്മുടെ IT ആക്ടിൽ പഠിക്കാനായിട്ടുള്ളത്. അധികം സെക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് നമ്മുടെ IT ആക്ട്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കുക. സെക്ഷൻസ് പുതിയതായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യുന്നതിന് സഹായിക്കും.
ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുമെന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? ഓപ്ഷൻ എ 66A, ഓപ്ഷൻ ബി 68, ഓപ്ഷൻ സി 66, ഓപ്ഷൻ ഡി 62. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം. ഓക്കെ.